പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ഇന്ന് പരിമിതമായ തെരച്ചിലാണ് നടക്കുന്നതെന്ന് മന്ത്രി പറയുന്നു. മരിച്ചവരുടെയും കാണാതായവരുടെയും സമ്പൂർണ്ണ പട്ടിക പുറത്തിറക്കാൻ വൈകുമെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് അല്പം മുമ്പ് 24 പറഞ്ഞു. ജനകീയ തെരച്ചിൽ ഞായറാഴ്ചയും തുടരാൻ പോയി. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പ്രധാനമന്ത്രിയുടെ വരവ് 24 മണിക്കൂറിന് മുമ്പ് സെക്യൂരിറ്റി റീസണുകളാൽ നമ്മൾ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. അത് കാരണം ഈ വലിയൊരു നമ്പർ ആളുകൾ വന്നാൽ 11 മണിയാകുമ്പോൾ നിർത്താനാകില്ല. രണ്ടാമത്തെ പ്രശ്നം, നമുക്കറിയാം, ഇപ്പോൾ അവിടെ പോയവരാണ് നമ്മളൊക്കെ. ഒറ്റയ്ക്ക് അതിലൂടെ നടക്കുമ്പോൾ കുട്ടികളുടെ കളിയും ചിരിയും അവിടെ പ്രായമായവർ ഇരിക്കുന്നതൊക്കെ നമുക്ക് വല്ലാതെ മനസ്സിലേക്ക് നമുക്ക് തന്നെ ഒരു വല്ലാത്ത അലട്ടലുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ അവിടെയുള്ളവർ പിന്നീട് അവിടെ പോകുമ്പോൾ എത്ര മനോധൈര്യമുള്ളവരായാലും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ കൃത്യമായൊരു സ്ക്രൂട്ടിനി വരുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞായറാഴ്ച കൂടി ഈ ജനകീയ തെരച്ചിൽ തുടരാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. മരിച്ചവരുടെ പട്ടിക ഇപ്പോൾ ഇന്നലെ ഓരോ ദിവസവും ഞങ്ങൾ പുറത്ത് പറയുന്നുണ്ട്. കാണാതായവരുടെയും പട്ടിക പുറത്ത് പറയുന്നുണ്ട്. കാണാതായവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പ്ലസ് അൺഐഡൻറ്റിഫൈഡ് ബോഡിയുണ്ട്. അപ്പോൾ അത് ഓരോ ദിവസവും അതിനനുസരിച്ച് കാണാതായവരുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം കൊടുത്ത് അന്വേഷണങ്ങളും മറ്റുമായി നടന്നു പോകുന്നുണ്ട്. ആ നിലയിൽ ഫൈനലായി തന്നെ ഓരോ ദിവസവും ഞങ്ങളത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. PM മുഹമ്മദ് റിയാസ് മന്ത്രിയാണ് വിവരങ്ങൾ പറഞ്ഞത്.